തീർച്ചയായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ നിർത്തി. അതെ അതെ, സമൂഹ മാധ്യമങ്ങളിലുണ്ടല്ലോ വലിയ തരത്തിലുള്ള ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസങ്ങളിൽ 2 പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ദയവ് ചെയ്തിട്ട് ഈ കമന്റ്സ് ഇടുന്നത്. ഈ ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. എല്ലാം എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം എന്തിനാ? ഈ പത്രസമ്മേളനത്തിന്റെ അവസാനം കൺക്ലൂഷൻ എന്താണ്? അതിലേക്ക് വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അത് ഒരു പറയും, എനിക്ക് ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല. അവര് പറയണത് പറയട്ടെ, ഒരു പറയണത് ആ ഒരു എന്താണ്, ഓല ഗ്രൂപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും 250-300 റുപ്യ ഇങ്ങനെ ഷെയർ ഇട്ടതാണ്, ചെലവിനിട്ടതാണ് ഇപ്പൊ ഈ പ്രശ്നം. അതിലെന്താ തെറ്റ്? അത് ഓല് പറഞ്ഞോളൂ, എനിക്ക് അതിലൊരു തെറ്റും തോന്നിയില്ല. ഇന്നിപ്പോ ഞാൻ വേറൊരു വഴിക്ക് പോയതിന് അല്ല, ഞാനാണ് ഈ ലോറിന്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ്. ലോറിന്റെ മെയിൻ്റെനൻസ്, മറ്റു വർക്കുകൾ മുബിന. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട്. അപ്പൊ ഇതില് ഞാനാ കണക്ക് കൂട്ടുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വഴിക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം, ഞാൻ ഓനക്ക് മാസം 75,000 കൊടുത്തുക്കണോ ഇല്ല എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല, ബത്ത ഇനി അതൊന്ന് ഇനിയിപ്പോ ഇനി അതിന്റെ, പക്ഷെ അത് ഞാൻ പറയാനുള്ള, ഇനിയിപ്പോ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ. ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗമായിരുന്നു. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ ഒരു എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെന്റ് അത് ഓൻ്റെ മക്കൾക്ക് അതൊരു വലിയ, ഓൻ്റെ മോനക്കൊരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടും. വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കൊടുക്കാൻ നമ്മളാണല്ലോ ഇപ്പൊ അത് ചെയ്തു കൊടുക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ചുകൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര ഉള്ളൂ. എന്ത് അല്ല, അത് സത്യമാണ് 75,000 ആണെന്നുള്ളത്. 70 ബത്താണ് മാഡം. ഒരു ട്രിപ്പ് പോയി ചില സമയത്ത് ചിലപ്പോ എന്താവും, വണ്ടി ചിലപ്പം അല്ല കുറവാ 70,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനെ. അല്ല ഞാൻ അത് വിടി, നമ്മൾ ആ ഒരു അതൊന്ന് ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് കാണിച്ചിട്ട്. അതൊന്നും ഒരു വലിയ വിഷയങ്ങളല്ല. ഇതിപ്പോ അതെ കഴിഞ്ഞ് അവരൊരു പത്രസമ്മേളനം നടത്തി. അതിൽ 2-3 ഇപ്പൊ ആ പത്രസമ്മേളനം നമുക്ക് അതെ ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യം കൂടി, ആ പത്രസമ്മേളനം ചെയ്തതും നമുക്ക് പ്രശ്നമില്ല. ഇനിയും
പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് ഞമ്മക്ക് വിഷമാവണതിനോണ്ടാണ് നമ്മളിപ്പോ ഈ പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയണത്, ഞാൻ ഓരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല. അതാണ് അവർക്ക് ഇത്രയും വിഷമം അവര് വിഷമം ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലില്ലേ, ഞങ്ങളങ്ങനെ എടുത്തിട്ടില്ല. ഞങ്ങൾ പറയാണിത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുക, അത് നമ്മൾ തീരുമാനിച്ചു. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഞാൻ എൻ്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തറവാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നിങ്ങൾ എത്തിയ ആ ഹാള്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം, എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മേലിൽ നോക്കിയാൽ മതി BNI എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ ഒരു സംഘടനൻ്റെ ഒരു മെമ്പറാണ്. ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിലുണ്ടെന്ന് അവരും അഭിമാനിക്കുന്ന ഒരു സമയത്ത് 10-18 യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സാധനം പൊട്ടുന്നത്. ഞാൻ അവിടുന്ന് ഞാൻ അനുഭവിച്ച വേദന, കാരണം എന്ന് പറഞ്ഞാൽ 500 ആള് നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങളെല്ലാവരും കൂടി കയറി വരുന്നത്. അപ്പം ഞാൻ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിരിക്കുന്നത്, കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നതും.